വേല ആഗ്രഹിച്ചിരുന്ന ജീവിതത്തിലെ ഒരു നിമിഷം. ഒരു കമ്പനിയുടെ പരസ്യത്തിലെങ്കിലും അവക്കൊരമ്മയാകാൻ കഴിഞ്ഞല്ലോ. ഒന്ന് നിർത്തണ്ട ഉണ്ണി. എത്ര കാലമായി ഞാനിത് കേൾക്കുന്നു. ബേല 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 ബേല. ഈ സഹതപിക്കുക എന്ന് പറയുന്നത് വലിയ മഹത്വമൊന്നുമല്ല. 7 ജന്മങ്ങൾക്കുള്ള സഹതാവ നീ അവൾക്ക് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ പൂർത്തിയായി. ഒരാളെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, കുറ്റം പറയാതെ. ഞാൻ പറയും. എനിക്ക് തന്നോട് പറയാം. സ്വയം ഒന്ന് ചോദിച്ചു നോക്ക്. താൻ ബേലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? താൻ ചെയ്തു. തനിക്ക് വേണ്ടതെല്ലാം താൻ ചെയ്തു. അയക്കോ. പക്ഷെ താൻ അവൾക്ക് പ്രതീക്ഷ നൽകരുതായിരുന്നു. മുമ്പ് പലതവണയും നീ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഉണ്ണി, അവസാനമായി ഞാൻ ചോദിക്കുന്നു, ഇനിയെങ്കിലും നിനക്ക് അവൾക്കൊരു ജീവിതം കൊടുത്തൂടെ? എനിക്കറിയാം നീ ഒഴിഞ്ഞു മാറും. ഞാൻ ഒഴിഞ്ഞു മാറുകയല്ല നന്ദു. ഇതുവരെ ചെയ്തിട്ടുള്ള ശരിയുടെയും തെറ്റിന്റെയും കണക്കെടുത്തോണ്ടിരിക്കുക ഞാൻ. ബേലയ്ക്കൊരു ജീവിതം കൊടുക്കാൻ നീ പറഞ്ഞു. അതിന് പണം മാത്രം പോരാ. മനസ്സിന് ആരോഗ്യം വേണം, ശരീരത്തിന് ആരോഗ്യം വേണം. എനിക്ക് വയ്യ നന്ദു. ഈ വയ്യാന്ന് തോന്നുമ്പോഴല്ലേ ഒരാളിന്റെ ആവശ്യം? ആവാമായിരുന്നു. ഇനി വേണ്ട. ഇതുവരെ ചെയ്യാതിരുന്നത് പാലിയത്ത് ഉണ്ണികൃഷ്ണമേനോൻ എങ്ങോ കിടന്നിരുന്നൊരു പെണ്ണിനെ കെട്ടി. ഇനി ഒട്ടും വേണ്ട. ഉണ്ണിമാമയെ കൊണ്ട് ആർക്കും ഒരു ചീത്തപ്പേരുണ്ടാകണ്ട. ടോണി, 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 don't cry, my baby. Don't cry. Tony? Tony? Devi, Tony is missing. Tony കാണാനില്ല.
ഇത്രയും കാലത്തിനിടയിൽ തൃപ്തിയായി എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നുന്നത് ഇപ്പോഴാണ്. അല്ലേ അനന്തു? തനിക്ക് തോന്നുന്നത് പോലെ തന്റെ ഇഷ്ടവും അനിഷ്ടവും ഇന്ന് തൻ്റേത് മാത്രമായിരുന്നു. ഉപദേശിച്ച് ഞങ്ങളെ വഴിയാധാരം ആക്കൂ എന്റെ അഡ്വൈസറെ. പേടിക്കണ്ട, ഞാൻ ഉപദേശിക്കില്ല. ഉപദേശിച്ചാലും നിങ്ങളുടെ അമ്മാവൻ കേൾക്കില്ല. ഓഹോ, കേട്ടിരുന്നെങ്കിൽ സിംഗപ്പൂരിൽ കിടന്ന് സമ്പാദിച്ച കാശ് മുഴുവനും ഈ വീട്ടിലുള്ള ഉത്തരത്തിനും കഴിക്കോലിനും വരെ ചെലവാക്കി അവൻ ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു. 50,000 രൂപ കോഴ കൊടുത്ത് നീ എഞ്ചിനീയറിംഗിന് പഠിക്കാൻ പോകില്ലായിരുന്നു. ഞാൻ കണക്കുകൾ പറയണോ? ഇതൊക്കെ ഞങ്ങൾക്കറിയാവുന്ന കണക്കുകളല്ലേ. അറിയാത്ത ഒന്നേ ഉള്ളൂ, എവിടെയോ കിടക്കുന്ന ഒരുത്തിക്ക് ഒരു ബംഗ്ലാവ് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നെന്ന് കേട്ടു. അതേത് കണക്കിലാണാവോ? എന്തിനാ അവർക്കും ഇവർക്കൊക്കെ ആയിട്ട് കളയണേ? ഉണ്ടല്ലോ പ്രായമായൊരു മോള് നിങ്ങൾക്കും. നിങ്ങൾ നല്ലപോലെ ഒന്ന് ഉപദേശിച്ചാൽ അമ്മാവൻ കേൾക്കും. കെട്ടിച്ചു കൊടുത്ത് ബാക്കിയുള്ളതെല്ലാം കൂടി മോളുടെ പേരിലാക്കി കൊടുത്തുകൂടെ? നിന്റെ അമ്മാവന്റെ കൈയെ തളർന്നിട്ടുള്ളൂ, നാട്ടുകാരുടെ കൈകളൊന്നും തളർന്നിട്ടില്ല. നാട്ടുകാരെ കൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ തല്ലിക്കാൻ പറ്റില്ല. അമ്മാവന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരിക്കാം, പക്ഷേ പ്രതിവിനെ തല്ലാൻ ഇയാൾക്ക് എന്താ അധികാരം? വീട്ടിൽ തല്ലാൻ ആളില്ലെങ്കിൽ നാട്ടുകാര് തല്ലും. ഇവിടെ പറ്റില്ല, ഇതെന്റെ വീടാണ്. നിന്റെ വീടോ? ഭാഗ ഉടമ്പടി പ്രകാരം ഈ വീട് എന്റെ പേരില. ഓ, ഭാഗ ഉടമ്പടിയെ പറ്റി ഞാൻ ഇതുവരെ ചിന്തിച്ചില്ല. നീ ഓർമ്മിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ട് ഇത്രയും കാലമായി ഞാൻ ഈ മുറി കഴിയുന്നു. വാടക ഇനത്തിൽ എത്ര രൂപ ഞാൻ അങ്ങോട്ട് തരേണ്ടി വരും?